ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിവാഹന കൈമാറ്റത്തിൽ UDF ഭരണസമിതിക്കും തന്ത്രി കണ്ഠരര് രാജീവർക്കും കുരുക്ക്. ദേവസ്വം സ്വത്ത് തന്ത്രിക്ക് കൈമാറിയത് ചട്ടം ലംഘിച്ചെന്ന രേഖകൾ പുറത്തുവന്നു. പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ സ്വത്തുക്കൾ പൊതുസ്വത്തായി സൂക്ഷിക്കണമെന്ന ബോർഡ് തീരുമാനമാണ് ലംഘിച്ചത്. ആചാരവിധിപ്രകാരമാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് എന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ പ്രതികരിച്ചു. അയ്യപ്പന്റെ വാഹനം കുതിരയാണ്. ആ കുതിര എന്ന വാഹനം ആചാരവിധി പ്രകാരം തന്ത്ര സമുച്ചയത്തിൽ പതിരിക്കുന്നത് ലോകമാണെങ്കിൽ ആചാര്യനും മരമാണെങ്കിൽ ദഹിപ്പിച്ചു കളയണമെന്നും കല്ലാണെങ്കിൽ ജലാശയത്തിൽ ഒഴുക്കണമെന്നുമുള്ള തന്ത്ര സമുച്ചയത്തിന്റെ ആചാരപ്രകാരം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കസ്റ്റം, ആ കഷ്ടത്തിന്റെ ഭാഗമായി അത് തന്ത്രിയെ ഞങ്ങൾ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്ത്രി പറഞ്ഞു, എന്റെ കയ്യിൽ സുരക്ഷിതമായി ഇരിക്കുന്നു, ഞാൻ ദേവസ്വം ബോർഡിൽ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. ഇത്രയും സുതാര്യമായ ഒരു കാര്യം പുതുതായി എന്തോ കണ്ടുപിടിച്ചു എന്ന മട്ടിൽ ഈ വാജിവാഹനത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നത് വേദനാജനകമാണ് എന്നാണ് എനിക്ക് ആദ്യം പറയുവാനുള്ളത്. 2012 അവ്യക്തമായ ഒരു ഓർഡറാണ്. ആ അവ്യക്തമായ ഓർഡറിന്റെ പശ്ചാത്തലത്തിൽ അത്രയും കാലം ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങൾ ലംഘിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്തൊരർത്ഥമാണ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.